ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ കേൾക്കാം. കാരണം ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. പല ആൾക്കാരും വന്ന് ലൈവിലും മറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കല്യാണിൻ്റെ IPO, നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള കല്യാൺ ജ്വല്ലറി ഇന്ത്യയിൽ തന്നെ എണ്ണമറ്റ ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡായിട്ടുള്ള കല്യാൺ അവർ IPO മാർക്കറ്റിലേക്ക് വരുന്നു. ആദ്യമായിട്ട് ഷെയറുകൾ ഇറക്കുന്നു. എങ്ങനെയാണ് നമ്മൾ കേരള കമ്പനി എന്ന നിലയിൽ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ IPO നോട്ട് ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം സമറൈസ് ചെയ്തു ഞാൻ പല സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാനത് വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അത് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്യാപിറ്റൽ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുവഴി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടും. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് തന്നെയാണ് കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറയുന്നത്. ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത് 16 മാർച്ച്, അതായത് 18 മാർച്ച് വരെ ഓപ്പണാണ്. പ്രൈസ് ബാൻഡ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. 86 മുതൽ 87 രൂപ വരെ നമുക്ക് കോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 8 രൂപക്കാണത് എംപ്ലോയീസിന് 2 രൂപ ഡിസ്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ 8 രൂപ ഡിസ്കൗണ്ടിലാണ് എംപ്ലോയീസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. എംപ്ലോയീസിന് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് വാല്യൂ 10 രൂപയാണ്. ബുക്ക് വാല്യൂ ഏകദേശം 24 രൂപ വരുന്നുണ്ട്. 172ൻ്റെ ലോട്ടാണ് നമുക്ക് മിനിമമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഹോൾഡിങ്സ് എന്ന് പറയുന്നത് 68%. അപ്പം അത് 60% കുറയുമെന്നുള്ളതാണ്. 8% ഏകദേശം ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു IPO ആണ്. 1030 കോടി രൂപയുടെ IPO എന്ന് പറയാം നമുക്ക്. പോസ്റ്റ് ഇഷ്യൂ ഇക്വിറ്റി 1030 കോടി രൂപയുടെ ഒരു ചെറിയ IPO. അപ്പോൾ ഇതിൻ്റെ IPO നോട്ട് വായിച്ചപ്പോൾ ചെറിയ കാര്യങ്ങൾ എനിക്കൊന്ന് സൂചിപ്പിക്കേണ്ടതായിട്ട് തോന്നി. കാരണം നമ്മൾ അത്രമാത്രം വാല്യൂഷൻ അട്രാക്ഷനായിട്ട് ഈ ഒരു ചെറിയ പൈസ കൊണ്ട് മാത്രം നമ്മളിതിന് പുറകെ പോകണോ എന്നുള്ളതാണ് എനിക്ക് വിചാരിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു 2-3 പോയിൻറ്റുകൾ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ചെറിയ ശങ്ക. അത്രമാത്രം തിരക്ക് പിടിച്ച് പ്രത്യേകിച്ചും IPO സീസൺ ആയതുകൊണ്ട് ചിലപ്പം ഇത് ഓവർ സബ്സ്ക്രൈബ് ആയി പോയേക്കാം. അതിലൊന്നും വലിയ സംശയമില്ല. പിന്നെ ഗോൾഡ് ബിസിനസ് എന്ന് കാണുമ്പോഴുള്ള ഒരു അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ബാലൻസ് ഷീറ്റിലും IPO നോട്ട്സിലും കമ്പനി തന്നെ പറഞ്ഞിരിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്നും പോകാം. എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് ഏകദേശം 137 സ്റ്റോറുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 7 സ്റ്റോറുകൾ മിഡിൽ ഈസ്റ്റിലാണ്. അതിൽ ആദ്യത്തെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ക്യാപിറ്റൽ അലോക്കേഷൻ തന്നെയാണ്. കാരണം ഏകദേശം 2.7 ബില്യൺ റുപ്പീസാണ് ഈ കമ്പനി ഹെലികോപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ 1.86 ബില്യൺ റുപ്പീസ് ആണ് അവർ ലാൻഡിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ 1.6 ബില്യൺ റുപ്പീസ് ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നു. നേരെ മറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം കടം 36 ബില്യൺ കടം കമ്പനിക്കുണ്ട് ടോട്ടലായിട്ട് നമുക്ക് നോക്കുമ്പോൾ. അപ്പോൾ ക്യാപിറ്റൽ അലോക്കേഷൻ്റെ പാർട്ടിൽ എവിടെയോ എനിക്കൊരു ചെറിയ മിസ്അപ്രോപ്രിയേഷൻസ് കാണുന്നു. ഇനിയിപ്പോൾ മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻസ് ആണ് കമ്പനിക്ക് വരുത്തിവെക്കുന്ന മറ്റൊരു ആഘാതം എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻസ് അത്രമാത്രം സക്സസ്ഫുൾ അല്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം മാർജിൻ വെറും 5.8 ആ പെർസെൻറ്റേജിലാണ് മാർജിൻ വരുന്നത്. ഇന്ത്യൻ ബിസിനസ് ഏകദേശം 9.4 മാർജിൻ വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ 5.8 മാത്രമേ വരുന്നുള്ളൂ. മാത്രമല്ല ആ ഒരു എക്സ്ക്ലൂസീവ് മിഡിൽ ഈസ്റ്റിന് വേണ്ടിയിട്ട് കാണുന്നത് 9 ബില്യൻ്റെ ഡെപ്റ്റ് മിഡിൽ ഈസ്റ്റിൽ മാത്രം കാണുന്നു എന്നുള്ളതാണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ മാത്രമല്ല 38,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കല്യാൺ നൽകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് ബിൽഡിംഗ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലീസിന് വേണ്ടിയിട്ടോ വലിയൊരു എമൗണ്ട് കമ്പനി സ്പെൻഡ് ചെയ്തതായിട്ട് കാണുന്നു. അപ്പോൾ ആ ഒരു ഏരിയ വെച്ച് നോക്കുമ്പോൾ എമൗണ്ട് 38,000 എന്ന് പറയുന്നത് ഒരു വലിയൊരു എമൗണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല സ്ക്വയർ ഫീറ്റ് നോക്കുകയാണ്. പക്ഷേ അതിനുവേണ്ടി ചിലവാക്കിയ പൈസ കാണുന്ന സമയത്ത് ഇത്തിരി ഹയർ വാല്യുവേഷനിലാണ് ആ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ബിസിനസ്സുമായിട്ട് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് 1.6 ബില്യൺ ഏകദേശം ലോസ് ഈ 9 മാസം കൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇയറിൽ 2020-21 കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻസ് മാർജിൻ കുറവാണ്. അവിടെയുള്ള അവസ്ഥ നമുക്കറിയാം. അത് റിക്കവർ ചെയ്തെടുക്കാൻ ഇനി 2-3 വർഷങ്ങളെടുക്കും.
ആ റിക്കവറി എന്ന സമയത്ത് മാത്രമാണ് ഇനി മാർക്കറ്റിലെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഓൾറെഡി 1.6 ബില്യൻ്റെ ലോസ് ഈ വർഷം കമ്പനി ഓൾറെഡി മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷനിൽ വരുത്തി വച്ചു എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള സ്ലോവർ റിക്കവറി എന്ന് പറയുന്നത് അത് നമ്മുടെ കല്യാൺ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള റവന്യൂയുടെ ഏകദേശം 16% ആ ഒരു മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്ലോവർ റിക്കവറി അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഈ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള അവസ്ഥ തീർച്ചയായിട്ടും ഈ ഓവറോൾ റവന്യൂവിൻ്റെ 16% ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതും ഒരു കൺസേൺ ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കമ്പനിയുടെ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 9 മാസത്തെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 9.2% മാർജിനോട് കൂടി പ്രോഫിറ്റബിലിറ്റി നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം കമ്പനിയുടെ കയ്യിലുള്ള ഗോൾഡ് തന്നെയായിരിക്കും അതിനുള്ള കാരണം ഗോൾഡ് പ്രൈസ് ഹയർ ലെവലിലായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻവെൻട്രി കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ബെനിഫിറ്റ് എടുക്കാൻ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് മുകളിൽ റെമ്യൂണറേഷൻ നോക്കി പ്രൊമോട്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 270 മില്യൺ ഏകദേശം 27 കോടി രൂപയോളമാണ് 2019 അവരുടെ റെമ്യൂണറേഷനാക്കി എടുത്തത്. അത് 2020 ആകുമ്പോഴേക്കും 300 ബില്യൺ അതായത് മില്യൺ എന്ന് പറയുന്നത് 30 കോടി രൂപയായിരുന്നു. 27 കോടി രൂപയിൽ നിന്ന് 30 കോടിയായി. ഇനിയിപ്പം 2021 അത് 345 മില്യണാണ്, അതായത് 34.5 കോടി രൂപ റെമ്യൂണറേഷൻ ഒരിക്കൽ പോകുന്നു. 22 ആകുമ്പോഴേക്കും 360 മില്യൺ ആവുന്നു, അതായത് 36 കോടി രൂപ. ഇതാണ് പ്രൊജക്ഷൻ കാണിക്കുന്നത്. ഇത് ഒരു വലിയൊരു എമൗണ്ടായിട്ട് ഏകദേശം ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ 300 മില്യൺ ഇത് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ ഏകദേശം 14% ഈ റെമ്യൂണറേഷൻ പാർട്ട് വരുന്നതെന്നുള്ളതാണ്. മൊത്തം പ്രോഫിറ്റിൻ്റെ 14% ഒരു പ്രൊമോട്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ മാത്രമാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് മെറ്റൽ ലോണിൻ്റെ കുറവാണ്. ഗോൾഡ് മെറ്റൽ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറി മാനുഫാക്ചേഴ്സ് സാധാരണയായിട്ട് ഗോൾഡ് മെറ്റൽ ലോണാക്കി എടുക്കുന്നതാണ് അവർക്ക് ആവശ്യം. അതിൻ്റെ അതിൻ്റെ പൈസയിൽ നിന്നാണ്, അത് വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്നാണ് ഈ ലോൺ തിരിച്ച് അടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് 19.5 ബില്യൻ്റെ ഉണ്ടായിരുന്നത് ഏകദേശം 2018 19.5 ബില്യൺ ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ട് ഇപ്പോൾ അത് 8 ബില്യണായിട്ട് 2020 ഇപ്പോൾ 9 മാസത്തെ അവസാനത്തെ 9 മാസത്തെ നമ്മളെ ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം ഏകദേശം 8 ബില്യൻ്റെ ഗോൾഡ് മെറ്റൽ ലോൺ മാത്രമേ കല്യാണിനുള്ളൂ. കാരണം അത് എടുത്തിട്ടാണ് അവർ വിൽക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് കയ്യിലുള്ള ഇൻവെൻട്രിയിൽ നിന്നാണ് പോകുന്നത്. ആ സ്റ്റോക്കുകൾ വിൽക്കുന്ന ഗോൾഡുകൾ ഇൻവെൻട്രിയിൽ നിന്നായിരിക്കും പോകുന്നത്. അത് കുറയുന്നു. ഗോൾഡ് വോളിയം ഏകദേശം 6603 കിലോയിൽ നിന്നും കുറഞ്ഞ 1727 കിലോ ആയിട്ട് അവരുടെ ഗോൾഡ് മെറ്റൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഡെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കടത്തിന് കുറവൊന്നുമില്ല. കടം 11 ബില്യണിൽ നിന്നും കൂടിയിട്ട് 23 ബില്യൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോസ് ബോറോയിങ്സ് മൊത്തം ആ ഫേമിൻ്റെ കല്യാണിൻ്റെ മൊത്തത്തിലുള്ള ബോറോയിങ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 336.7 ബില്യൺ ഈ ഗോൾഡ് മെറ്റൽ അടക്കം 36.7 ബില്യണാണ് ഡിസംബർ 2020 വരെയൊക്കെ നോക്കുമ്പോൾ കണക്കാക്കുന്നത്. പിന്നെ ബോറോയിങ് കോസ്റ്റ് കുറച്ച് 9-10% ഹയർ കൂട്ടിയാൽ തന്നെ അത് ബാലൻസ് ഷീറ്റിനെ അത്രമാത്രം ഒരു ഹെൽത്തി ആയിട്ട് വെക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്കൊരു കീ കൺസേൺ ആയിട്ടും ഈ ഗോൾഡ് ജ്വല്ലറി ഈ ഗോൾഡ് കല്യാൺ ജ്വല്ലറിയുടെ IPOയിൽ നോട്ട് ചെയ്ത പോയിൻറ്റുകൾ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മോശം മാത്രമല്ല നല്ലതുമുണ്ട്. ഇത് ഒരു യുണീക്ക് ജ്വല്ലറി ഗ്രൂപ്പാണ്. ടൈറ്റനൊക്കെ ഇതിൻ്റെ പ്രൈസ് ഏർണിങ്സ് ഏകദേശം 67 സംതിങ്ങിലൊക്കെയാണ് വരുന്നത്. ടൈറ്റൻ്റെ ഒക്കെ പ്രൈസ് ഏർണിങ്സ് നോക്കിക്കഴിഞ്ഞാൽ 100-ന് മുകളിലാണ്. പിന്നെ ഇന്ത്യയിലെ ഗോൾഡ് ലിസ്റ്റിംഗ് കമ്പനികളുടെ ചരിത്രവും അത്ര ഒരു രസകരമല്ല. 2011-12 തോന്നുന്നു PC ജ്വല്ലറി വന്നത്. അപ്പം അവരുടെ ലിസ്റ്റിംഗ് അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ലിസ്റ്റിംഗ് ഗെയിൻ നമുക്ക് ചിലപ്പം എക്സ്പെക്റ്റ് ചെയ്തേക്കാം. മാക്സിമം ഒരു 10-15% ആയിരിക്കാം ലിസ്റ്റിംഗ് ഗെയിൻ. അല്ലാതെ നമ്മൾ ഡബിൾ ആവും ട്രിപ്പിൾ ആവും എന്നുള്ള കേസിലൊന്നും നമുക്ക് കല്യാണിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ ഒരു ഇതാണ് ഇതിൻ്റെ നിജസ്ഥിതി. എനിക്ക് തോന്നിയ കുറച്ച് പോയിൻറ്റുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് മാത്രം. ഒരിക്കലും കല്യാണിനെ വില കുറച്ച് കാണുകയല്ല. ഞാനും കല്യാണിൻ്റെ കസ്റ്റമർ തന്നെയാണ്. ഞാനും പേഴ്സണലായിട്ട് പറയുന്ന എന്താ പറയേണ്ട ഒരു കസ്റ്റമർ കൂടിയാണ്. എൻ്റെ വിവാഹത്തിന് ഞാൻ എടുത്തിരിക്കുന്ന മംഗല്യസൂത്രം വരെ കല്യാണിൽ നിന്ന് തന്നെയാണ്. അത് ഞാൻ കുറ്റം പറയല്ല. പക്ഷേ ഒരു IPO ആസ് എ പെർസ്പെക്റ്റീവ് നമ്മളൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്ക് IPOയിൽ ചാടിക്കയറി വീഴേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അപ്പം അട്രാക്റ്റീവായിട്ടുള്ള വാല്യൂയിൽ ചിലപ്പം സ്റ്റോക്ക് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നല്ല വിലയിൽ സ്റ്റോക്കുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരും. അത് ലിസ്റ്റിങ്ങിന് ശേഷം. പക്ഷേ നമ്മൾ മറ്റുള്ള IPOകളും വരുന്ന ഒരു മുറയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏകദേശം നല്ലൊരു എമൗണ്ട് ഓഫ് മണി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഈ IPO മാർക്കറ്റിലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ ഒരു IPO ഫ്ലഡിൽ വരുന്ന സമയത്ത് എല്ലാം നന്നായി വരും. നമ്മളൊന്ന് അറിയാൻ വേണ്ടി ചെയ്തു മാത്രം. കുറേ ആൾക്കാർ കല്യാണിൻ്റെ IPO ഒന്ന് വിലയിരുത്തുക എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന്
തോന്നിയ കുറച്ച് കൺസേൺസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ ഇതിൽ ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഒരു 10-15% ഗെയിൻ നമുക്ക് വന്നേക്കാം. പക്ഷേ ഒരു MTR ഒക്കെ പോലെ നമുക്ക് വലിയൊരു ഡബിൾ ട്രിപ്പിൾ ആകുന്നുള്ളൊരു കൺസെപ്റ്റ് വേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആഫ്റ്റർ ഓൾ ഇറ്റ്സ് മാർക്കറ്റ്, ഇറ്റ്സ് പെർസെപ്ഷൻ. കാരണം നമ്മൾ എല്ലാവരും മാർക്കറ്റിൽ ഇടപെടുന്ന സമയത്ത് എങ്ങനെയായിരിക്കാം ഇതിൻ്റെ ലൊക്കേഷൻസ് അറിയില്ല. കുറേ കൂടി IPO നോട്ട്സിൽ പറയാം, പക്ഷേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തു എന്ന് മാത്രം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. അതാണ് അടുത്ത വീഡിയോയുമായിട്ടുള്ള വരാനുള്ള അടുത്ത പ്രചോദനം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.